നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഏറെ നിർണായകമായ ഒരു പ്രഖ്യാപനം UAE പുറപ്പെടുവിച്ചത്. വിസ നിയമങ്ങളിൽ ചെറിയൊരു മാറ്റം കൈക്കൊണ്ടു. എന്നാൽ അത് ദുബായിൽ ബാധകമല്ല എന്നും വന്നിരുന്നു. അതായത് പ്രവാസികളായ മലയാളികൾക്ക് ഇത് ദുരവസ്ഥ തന്നെ. സന്ദർശക വിസ പുതുക്കാൻ രാജ്യം വിടണമെന്ന പുതിയ നിയമം എല്ലാ എമിറേറ്റിലും നടപ്പിലാക്കിയാൽ മലയാളികൾക്ക് വൻ തിരിച്ചടി നൽകുമെന്നതിൽ സംശയമില്ല. ആയിരക്കണക്കിന് മലയാളികൾ സന്ദർശക വിസയിൽ തൊഴിലന്വേഷകരായി UAEയുടെ വിവിധ എമിറേറ്റുകളിൽ കഴിയുകയാണ്. ഇത്തരത്തിൽ താൽക്കാലിക ജോലിയിൽ കയറിയവരും ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വിസ പുതുക്കാൻ രാജ്യത്തിന് പുറത്തു പോകേണ്ടി വന്നാൽ വിമാനക്കൂലി അടക്കം വലിയ സാമ്പത്തിക ചെലവും വഹിക്കേണ്ടി വരും. ഈ സാഹചര്യത്തിൽ ഇവരിൽ നല്ലൊരു പങ്കും നാട്ടിലേക്ക് തന്നെ മടങ്ങാനാണ് സാധ്യതയെന്നാണ് അറിയാൻ കഴിയുന്നത്. സന്ദർശക വിസ പുതുക്കാൻ രാജ്യം വിടണമെന്ന നിയമം ദുബായിൽ നടപ്പിലാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ അബുദാബി, ഷാർജ വിസക്കാർക്ക് ദുബായിൽ നിന്ന് വിസ പുതുക്കുകയും ചെയ്യാം. ചെലവ് അല്പം വർദ്ധിക്കുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. മെച്ചപ്പെട്ട ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നാട്ടിൽ നിന്ന് അയക്കുന്ന പണവും കടം വാങ്ങിയ പണവുമൊക്കെ ഉപയോഗിച്ച് പിടിച്ചു നിൽക്കുന്ന മലയാളി ചെറുപ്പക്കാരും ഏറെയാണ് UAEയിൽ. ദുബായിലും വിസ നിയമം നടപ്പിലാക്കിയാൽ രണ്ട് വഴികളാണ് ഇനി ഇവർക്ക് മുന്നിൽ ഉള്ളതെന്നും പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ ഒന്ന്, കരമാർഗം ഒമാനിൽ പോയി എക്സിറ്റ് അടിച്ച് വിസ പുതുക്കി തിരികെ വരിക. ഇപ്പോൾ ഒമാനിലേക്ക് ബസ് സർവീസ് ഉള്ളത് കൊണ്ടാണ് ഇത് സാധിക്കുക. ഒരു ദിവസം കൊണ്ട് പുതിയ വിസ എടുത്തു വരാനും ചെയ്യാം. വിമാനത്തിൽ പോകാൻ ശ്രമിച്ചാൽ ചിലവ് പലർക്കും താങ്ങാൻ കഴിയുന്ന ഒന്നല്ല എന്നും പറഞ്ഞുകൊള്ളട്ടെ. ഇതല്ലെങ്കിൽ തൊഴിലന്വേഷകർക്കുള്ള 1 വർഷത്തെ വിസ എടുക്കുക. സന്ദർശക വിസയിൽ അനന്തകാലം തുടരാനുള്ള സാഹചര്യം ഇനി അധിക നാളുണ്ടാവില്ല എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അബുദാബിയിലും ഷാർജയും വിസ നിയമം നടപ്പാക്കിയെങ്കിലും ദുബായിയുടെ കാര്യത്തിൽ ഇനിയും തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ഇന്നലെയും ആളുകൾ ദുബായിൽ നിന്ന് സന്ദർശക വിസ രാജ്യം വിടാതെ തന്നെ പുതുക്കിയിട്ടുണ്ടെന്നാണ് ലഭ്യമാക്കുന്ന വിവരം. ആയതിനാൽ തന്നെ ഇത്തരം നടപടികൾ കൃത്യമായി പാലിക്കുക. അതായത് ദുബായിൽ ഇത് നിലവിൽ വന്നിട്ടില്ല എങ്കിലും മറ്റ് എമിറേറ്റുകളിൽ ഇത് വന്നിട്ടുള്ളതിനാൽ ദുബായിൽ ഉടൻ തന്നെ എത്തുമെന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. സന്ദർശക വിസ പുതുക്കാൻ രാജ്യം വിടണമെന്ന പുതിയ നിയമമാണ് കഴിഞ്ഞ ദിവസം UAE മുന്നോട്ട് വച്ചത്. ഇത് എല്ലാ എമിറേറ്റുകളിലും നടപ്പിലാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് ദുബായിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ സന്ദർശക വിസ നേടി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളികൾ, ഒട്ടനവധി മലയാളികൾ ദുബായിൽ സന്ദർശക വിസയിൽ കഴിയുന്നുമുണ്ട്. ഇവർ ഇപ്പോൾ അങ്കലാപ്പിലായിരിക്കുന്ന അവസ്ഥയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി കാണുവാൻ സാധിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് തിരിച്ചടി നൽകുക മലയാളികൾക്ക് തന്നെ എന്നതിൽ സംശയമില്ല. ഇങ്ങനെ ആയിരക്കണക്കിന് മലയാളികൾ സന്ദർശക വിസയിൽ തൊഴിലന്വേഷകരായി UAEയുടെ വിവിധ എമിറേറ്റുകളിൽ കഴിയുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു. ഇത്തരത്തിൽ മലയാളികൾക്ക് ഇത് വലിയൊരു കെണിയായി തീരും. താൽക്കാലിക ജോലിയിൽ കയറിയവരും ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ തന്നെ ഇവരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക. വിസ പുതുക്കാൻ രാജ്യത്തിന് പുറത്തു പോകേണ്ടി വന്നാൽ തന്നെ വിമാനക്കൂലി അടക്കം വലിയ സാമ്പത്തിക ചിലവായിരിക്കും ഇവർക്ക് വഹിക്കേണ്ടി വരിക. ഈ സാഹചര്യത്തിൽ ഇവരിൽ നല്ലൊരു പങ്കും നാട്ടിലേക്ക് മടങ്ങാൻ തന്നെയാണ് സാധ്യതയെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. നാട്ടിലേക്ക് മടങ്ങാൻ ഇനി പ്രവാസികൾ കാത്തിരിക്കേണ്ട അവസ്ഥയുമുണ്ട്. സന്ദർശക വിസ പുതുക്കാൻ രാജ്യം വിടണമെന്ന നിയമം ദുബായിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പ്രവാസികൾ തങ്ങളുടെ വിസ പുതുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ പുതുക്കിയ റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ അബുദാബി, ഷാർജ വിസക്കാർക്ക് ദുബായിൽ നിന്നും വിസ പുതുക്കാനും സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് എങ്കിലും ഇത് അധിക നാൾ നീങ്ങില്ല എന്ന സൂചനയും പറഞ്ഞുകൊള്ളട്ടെ. ചിലവ് അല്പം വർദ്ധിക്കുമെന്ന് മാത്രം സൂചനയുണ്ട്. മെച്ചപ്പെട്ട ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഒട്ടുമിക്ക പ്രവാസി മലയാളികളും UAEയിൽ കഴിയുന്നത്. ഇത്തരത്തിൽ കടം വാങ്ങിയ പണവുമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞവരും അനവധിയാണ്. ഇതെല്ലാം ഉപയോഗിച്ച് പിടിച്ചു നിൽക്കുന്ന മലയാളി ചെറുപ്പക്കാരാണ് അധികവും UAEയിൽ കാണുവാൻ കഴിയുക. ദുബായിലും വിസ നിയമം നടപ്പിലാക്കിയാൽ 2 വഴികൾ ഇവർക്ക് മുന്നിലുണ്ട്. ഒന്ന്, കരമാർഗം, രണ്ടാമത്തേത് വിമാനമാർഗമാണ്. കരമാർഗം ബസ് ഉള്ളതിനാൽ തന്നെ ഒമാനിൽ ഇത്തരത്തിൽ പുതുക്കി വരാൻ സാധിക്കും. വിമാനമാർഗമാണെങ്കിൽ ചെലവ് കൂടുകയും ചെയ്യും. അതിനാൽ തന്നെ ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ ഏറെ ജാഗ്രതയോടെ തന്നെ കേൾക്കുക. കാരണം നിയമങ്ങൾ ഉടനടി മാറുമെന്ന റിപ്പോർട്ടുകളാണ് പലയിടത്തു നിന്നും ലഭിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.